മുഖ്യമന്ത്രി വി ഡി സതീശനെ യൂട്യൂബർ ഷാജൻ സ്കറിയെ സന്ദർശിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം. സന്ദർശനത്തിനെതിരെ കോൺഗ്രസ് വക്താവ് VR അനൂപ് പരസ്യമായി രംഗത്തുണ്ട്. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എളുപ്പം കയറി ചെല്ലാൻ കഴിയുന്നത് സങ്കടകരമാണെന്നാണ് VR അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, ഇത് VR അനൂപ് ചില കാര്യങ്ങളിൽ പരസ്യമായ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകൾ അറിയിക്കാറുണ്ട്. അതിൽ വിമർശനത്തിന്റെ സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപും അത് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഷാജൻ സ്കറിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വരവിൽ VR അനൂപിനെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് GK. വെള്ളാപ്പള്ളി, അതായത് പിണറായി വിജയന്റെ 10 വർഷത്തെ തുടർഭരണം അവസാനിപ്പിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് പറഞ്ഞാണ് VR അനൂപ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. വെള്ളാപ്പള്ളിയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച ആൾ തന്നെയാണ് ഈ പറയുന്ന ഷാജൻ സ്കറിയ എന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അടിയുറച്ച് പറയുന്നുണ്ട്. നഴ്സുമാരുടെ പ്രശ്നം പറയാൻ, ആവലാതികൾ പറയാൻ എന്തിനാണ് ഇത്തരമൊരു ഇടനിലക്കാരൻ? നഴ്സുമാരുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഷാജൻ സ്കറിയ ഇത്തരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ടത് എന്നാണ് പറയുന്നത്. നഴ്സുമാരുടെ ആവലാതി മുഖ്യമന്ത്രിയോട് പറയാൻ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. സങ്കടകരമാണ്. അതായത് കോൺഗ്രസിന് വേണ്ടി പ്രയത്നിച്ച, വോട്ട് ചെയ്ത, ആവോളം പണിയെടുത്ത പ്രവർത്തകർക്ക് ഇത് കാണുമ്പോൾ സങ്കടകരമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഒരു വർഗീയ പരാമർശങ്ങൾ മാത്രം നടത്തുന്ന ഒരാൾ കയറി ചെല്ലുക എന്ന ചോദ്യമാണ് VR അനൂപ് ഉന്നയിക്കുന്നത്. അതായത് KC വിഭാഗത്തിൻ്റെ ഒരു നാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കോൺഗ്രസിനുള്ളിലെ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് മുഖമെന്നൊക്കെ VR അനൂപിനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അനൂപാണ് ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ശേഷാദ്രിയുടെ ഒരു കൃത്യമായ രീതിയിലുള്ള കമ്മീഷൻ നിയമനം അടക്കം വലിയ തോതിൽ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിലും കൃത്യമായ രീതിയിൽ ഒരു എതിർ സ്വരം വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. GK. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.